ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാദ്യം ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കണം. ഇതുപോലെ കഷ്ണങ്ങളാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 2 വിസിൽ ഹൈയിലും 1 വിസിൽ ലോയിലും ഇട്ട് കണ്ട് വേവിക്കുക. അപ്പോഴാണ് പാകത്തിനാവുക. പിന്നെ ചിക്കൻ കഷ്ണങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്തത്, അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവയെല്ലാം ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇറച്ചിയിലേക്ക് നല്ല മസാല പിടിക്കുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നിട്ട് പൊരിച്ചെടുക്കണം. ഒരു പാകമായതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് ചിക്കൻ വേവിച്ചെടുക്കുക. അങ്ങനെ ചിക്കൻ വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ കട്ട്ലേറ്റിന് ആവശ്യമുള്ള മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇടാം, ഞാൻ എടുത്തിട്ടില്ല. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതിൽ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വേഗം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലോണം ഒന്ന് വെന്ത് വരണം, അവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒരു പിഞ്ച്, ഗരം മസാല ഒരു പിഞ്ച്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കണം. ഇനി ചിക്കൻ കഷ്ണങ്ങൾ കട്ട് ചെയ്തത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഉരുളൻകിഴങ്ങും ചിക്കനും മസാലയിലേക്ക് നല്ലോണം യോജിപ്പിച്ച് വരണം. അങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിലെടുത്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക. പിന്നെ കട്ട്ലേറ്റിന് ആവശ്യമായ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക.
പിന്നെ ഒരു മുട്ട എടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിൽ നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ബ്രെഡിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നോരോന്നായി മാറ്റിയെടുക്കണം. അങ്ങനെയെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാനെടുക്കാം. ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ദോശക്ക് എണ്ണ ഇടുന്നത് മാതിരി ഇട്ട് കൊടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്രൈ പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ എണ്ണ ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കട്ട്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആണ് വേവിച്ചെടുക്കുന്നത്. ഒരു ഭാഗമായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെയെല്ലാം മറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അറ്റ ഭാഗമായതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിയായ നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ see you soon. Thanks for watching. See you soon next video.